3-4 ദിവസം മുമ്പ് മന്തിക്കടക്കാരൻ, അതായത് കുഴിമന്തി ഉണ്ടാക്കുന്നവൻ, ശ്രീകൃഷ്ണന്റെ പടം വെച്ച് അതിന്റെ മുമ്പിൽ മന്തി ഒരു ഇലക്കകത്ത് വെച്ചിരിക്കുന്നത് കണ്ടു. അതിനെക്കുറിച്ച് വലിയ വിവാദമാക്കി ആര്? RSSകാരും താമര കുഞ്ഞുങ്ങളും കൂടെ. ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട ആർവി ബാബു പറഞ്ഞതുപോലെ ഇത് ഒരു ഹിറ്റ് ആൻഡ് റൺ പോലെയാണിത്. ഇതിൻ്റെ പുറകിലുള്ള ശക്തമായൊരു ഗൂഢാലോചന നമ്മൾ സംശയിക്കുന്നത് അതുകൊണ്ടാണിത്. ഒരു കാര്യം അങ്ങോട്ട് കൊളുത്തി അങ്ങോട്ട് വിട്ടു കഴിഞ്ഞു, അയ്യോ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി, മാപ്പ് എന്ന് പറയുകയും ചെയ്തു. പക്ഷേ ആ കൊളുത്തി വിട്ട സാധനം ഇങ്ങനെ കിടന്ന് തുടർചലനങ്ങളിൽ കൂടെ കത്തുകയാണ്. ഇവർക്ക് വേണ്ടത് എന്താ? ശ്രീകൃഷ്ണന്റെ പടം അവിടെ വെച്ചാൽ എന്താ തെറ്റെന്താ? അതൊരു ഇസ്ലാം അങ്ങനെ ചെയ്തുകൊണ്ടാണോ അത് തെറ്റായി പോയത്? മതഭീകരത തുറന്നു കാട്ടിയവർക്കെതിരെ കേസ്. ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിച്ച ചേർത്തല മെഹർ ഹോട്ടലിലേക്ക് നടത്തിയ മാർച്ചിൽ പങ്കെടുത്തവർക്കെതിരെയാണ് നടപടി. ശ്രീകൃഷ്ണനെ മാംസാഹാരത്തിനൊപ്പം ചിത്രീകരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ഹൈന്ദവ സംഘടനകളുടെ മാർച്ച്. സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക ടീമിനെ നിയോഗിച്ചതായി SP അറിയിച്ചു. നോൺ വെജിറ്റേറിയൻ വിൽക്കുന്ന കടകളിൽ, ഇറച്ചിയും മീനും വിൽക്കുന്ന ഹോട്ടലുകളിൽ ശ്രീകൃഷ്ണനെ വെച്ച് ആരാധിക്കുന്നില്ലേ അവരുടെ ക്യാഷ് കൗണ്ടറിനടുത്ത്? നോൺ വെജിറ്റേറിയൻ വിൽക്കുന്നവരെല്ലാവരും വിശ്വാസികളാകരുതെന്നാണോ? അതോ ഈശ്വര വിശ്വാസി, ഹിന്ദു മതവിശ്വാസി ഒരിക്കലും നോൺ വെജിറ്റേറിയൻ കച്ചവടം നടത്താൻ പാടില്ലെന്നാണോ? എനിക്ക് വലിയ വിശ്വാസികളോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾ പറയുന്നു ഞങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തി അമ്പലവും നോൺ വെജിറ്റേറിയനും തമ്മിൽ ചേരത്തില്ല, അത് ഞങ്ങൾക്ക് അപമാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞു പോരുന്നത് അല്ലേ? നിങ്ങൾ ഈ നോൺ വെജിറ്റേറിയനും കഴിച്ചിട്ട് അമ്പലത്തിൽ പോകുന്നവർ, അത് അമ്പലത്തിന് അപമാനമാണ്. അതെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങളുടെ തന്നെ വിശ്വാസമല്ലേ അത്? നോൺ വെജിറ്റേറിയൻ അമ്പലത്തിൽ നിഷിദ്ധമാണ്, അത് പരിശുദ്ധമായ ഒരു സ്ഥലമാണ്, ഞങ്ങളുടെ ആരാധനാലയമാണ്, ഞങ്ങൾ ക്രിസ്ത്യാനിയെ പോലെ അല്ല, ഞങ്ങൾ ഇസ്ലാമിനെ പോലെ അല്ല. ശരി, നല്ല കാര്യം. പക്ഷെ നിങ്ങളോ വയറ് നിറച്ച് ബീഫും കഴിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നത്. പലരും ചെയ്യുന്നത് എന്താണ്? രാവിലെ അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിൽ ആ രാവിലെ നോൺ വെജ് ഒന്നും കഴിക്കില്ല, അല്ലെങ്കിൽ ചിലരൊക്കെ തലേ ദിവസം കൂടെ വൈകിട്ട് നോൺ വെജിറ്റേറിയൻ ഫുഡൊന്നും കഴിക്കില്ല. വേറെ ചിലരോ 2-3 ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല. എന്നാലും നിങ്ങൾക്ക് ആ നോൺ വെജിറ്റേറിയൻ വർജിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. പിന്നെ എന്താണ് ഈ ഡയലോഗ് അടിക്കുന്നത്? ഞാൻ ഓർക്കുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയം, 5-6 വയസ്സുള്ള സമയത്ത് കെട്ടുമുറുക്കുണ്ടായിരുന്നു. അടുത്തുള്ള വീടുകളിലൊക്കെ കെട്ടുമുറുക്കുണ്ടായിരുന്നു. ഒരേ ദിവസം തന്നെ 5-6 കെട്ടുമുറുക്കൊക്കെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പറമ്പിൽ നിന്ന് മറ്റു പറമ്പിലേക്ക് അന്ന് ഓടിപ്പോകാമായിരുന്നു. റോഡിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല, കാരണം അന്ന് വേലികളൊന്നും ഇല്ലായിരുന്നു. കെട്ടുമുറുക്കിന് അവിടെ പഴമുണ്ട്, അവലുണ്ട്, ശർക്കരയുണ്ട്. പിന്നെ ചില വീടുകളിലാണെങ്കിൽ വേറെ കുറേ മധുരപലഹാരങ്ങളൊക്കെ കിട്ടും. ചിലയിടത്ത് ഊണുണ്ട്. ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയാണ് കെട്ടുമുറുക്കുള്ളത്? ഇപ്പോൾ എവിടെയാണ് 41 ദിവസത്തെ വ്രതാചരണം ഉള്ളത്? ഒന്നുമില്ല. മലയാളി അതെല്ലാം കട്ട് ചെയ്ത് ഇപ്പോൾ അതൊന്നും വേണ്ട. ഇന്ന് വൈകിട്ട് തീരുമാനിക്കുകയാണ് 3-4 സുഹൃത്തുക്കൾ ചേർന്ന്, നാളെ രാവിലെ നമുക്ക് ശബരിമലയ്ക്ക് പോയേക്കാം. പോയേക്കാം. വണ്ടി എടുക്കുക, പോവുക. പമ്പയിൽ ഒരു 7 മണി 8 മണിയാകുമ്പോൾ ചെല്ലും. എന്നിട്ട് മലചവിട്ടി കയറും, ദർശനം നടത്തും, തിരിച്ചു പോരും. പോരുന്ന വഴിക്ക് വേറെ പല സ്ഥലങ്ങളിലൊക്കെ പോകും. മൾട്ടിപർപ്പസ് ആണ്. ഇതിലെവിടെയാണ് ഈശ്വര വിശ്വാസം? തിരിച്ചു വരുന്ന വഴിക്ക് തന്നെ നോൺ വെജിറ്റേറിയൻ ചിക്കനും മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരുന്നവരുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോകും, എല്ലാവരും കൂടെ പാക്കേജ് ടൂറായിട്ട്. വീട്ടിൽ നിന്ന് കെട്ടിപ്പെറുക്കി എല്ലാം കൂടെ പോകും. കാറിലോ അല്ലെങ്കിൽ മിനി ബസ്സിലോ ഒക്കെ പോകും. ആ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ യാത്രയ്ക്കിടയ്ക്ക് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കും. ബാക്കിയുള്ള സമയത്തോ ഇങ്ങനെയല്ലേ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും? എന്നിട്ട് ഒരാൾ ഒരു കൃഷ്ണന്റെ പടം വെച്ച് അതിനു മുമ്പിൽ മന്തി വെച്ചപ്പോഴത്തേക്കും അത് മതാചാരത്തെ ധ്വംസിക്കുന്ന രീതിയിലായിപ്പോയി. എന്തൊരു പ്രശ്നമല്ലേ? ആദ്യം സ്വയം ചികിത്സിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ ചികിത്സിക്കാൻ പോവുക. ഈ കോഗ്നിറ്റീവ് ഇൻറ്റഗ്രിറ്റി എന്നൊരു കാര്യം, അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും ലൈഫിൽ. എന്തെങ്കിലും പറയുന്നതിലും ചെയ്യുന്നതിലും ഒക്കെ ഒരല്പം വിശ്വാസ്യത കാണിക്കുക. പറയുന്നതിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവരെ ഉപദേശിക്കാൻ എളുപ്പമാണ്, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. താൻ ചെയ്യുന്നത് എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കുക. മന്തിക്കട ഉടമകളിൽ ഒരാളായ ഹർഷാദിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ശ്രീകൃഷ്ണന് മുന്നിൽ കുഴിമന്തി വെച്ചാണ് പോസ്റ്റർ തയ്യാറാക്കിയത്. അതേസമയം പോസ്റ്റർ പുറത്തുനിന്നുള്ള ആളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് എന്നും തന്റെ അറിവോടല്ല എന്നുമാണ് ഉടമയുടെ വിശദീകരണം. ആലപ്പുഴയിൽ നിന്ന് ഫൈസൽ അസീസ് വിവരങ്ങൾ നൽകും. ഫൈസൽ, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്? ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തു എന്നറിയുന്നു. എന്താണ് ഈ പോസ്റ്റർ വിവാദത്തിൽ ഹോട്ടൽ ഉടമ നൽകുന്ന വിശദീകരണം? കലാപാഹ്വാന ശ്രമം, അതായത് മനഃപൂർവമായ കലാപാഹ്വാന ശ്രമത്തിനാണ് ഈ ഹോട്ടൽ ഉടമക്കെതിരെ 9 അംഗങ്ങളാണ് ഈ ഹോട്ടൽ ഉടമയിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പാർട്ണറായ അർഷാദിനെതിരെയാണ് ഇപ്പോൾ ചേർത്തല പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു.
ഏതായാലും ഈ ഉടമ പറയുന്ന വിശദീകരണം എന്ന് പറയുന്നത് പുറത്താണ് പോസ്റ്റർ, അതായത് ഫ്രീലാൻസായി ആണ് പോസ്റ്റർ ചെയ്യാൻ നൽകിയത്. പിന്നീട് ആ പോസ്റ്റർ ഈ ഫ്രീലാൻസായി ചെയ്ത് അയച്ചു തന്നപ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെച്ചതാണ്.